അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ സാമ്പിൾ അല്ലെ മറ്റേ ഈ ചോറ് ബന്ധം അറിയാൻ ഒരു വറ്റെടുത്താൽ മതി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു വറ്റ് നമ്മൾ എടുത്തു നോക്കുക. അദ്ദേഹം എങ്ങനെയാണ് തെളിവുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും അതിൽ എത്രത്തോളം വലിയ തട്ടിപ്പാണ് നടത്തുന്നതും നമുക്കൊന്ന് കാണാം. അതായത് ഇദ്ദേഹം വംശഹത്യ ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ സൗമ്യമായ മറുപടിക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഇസ്രായേലിന്റെ വംശഹത്യ ന്യായീകരിക്കാൻ വേണ്ടി പുതിയൊരു സാധനം കൊണ്ടുവരാണ്. അത് നിങ്ങൾ കേൾക്കുക. കൂടുതൽ പഠനങ്ങളുണ്ട്, കൂടുതൽ ഡോക്യുമെന്റുകളുണ്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ 2024 അറസ്റ്റ് വാറണ്ടുകളുണ്ട്. ആ ക്രിമിനൽ കോർട്ടിന്റെ 2024 നവംബർ മാസം 21 തീയതി ഉണ്ടായിരുന്ന പ്രീ ട്രയൽ ചേംബർ അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ദൈഫ് എന്ന് പറയുന്ന ഹമാസിന്റെ മിലിറ്ററി വിംഗ് ആയിട്ടുള്ള അൽ ഖാസം ബ്രിഗേഡ്സിന്റെ ലീഡറിനാണ്. കസാം ബ്രിഗേഡിന്റെ മിലിറ്ററി തലവനായിട്ടുള്ള മുഹമ്മദ് ദൈഫിന് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് 2024 നവംബർ 21 അറസ്റ്റ് വാറണ്ട് കൊണ്ടുവന്നു. അതാണ് എന്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാദം? ഇസ്രായേൽ വംശഹത്യ നടത്തുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല, പണിക്കർ സഹോദരൻ പറയുന്നത് കേൾക്കേണ്ട. നിങ്ങൾ നേരെ ICCയുടെ വെബ്സൈറ്റിൽ പോവാം. ICCയുടെ വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നവംബർ 24 അറസ്റ്റ് വാറണ്ടുകൾ, അതിൽ എല്ലാ അറസ്റ്റ് വാറണ്ടുകളും ഒറ്റ ഷീറ്റായിട്ടുണ്ട്. അത് നവംബർ 24 അതിൽ അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് ദൈഫ്, ഓക്കെ, അതായത് കസാം ബ്രിഗേഡിന്റെ, അതായത് ഈ പറഞ്ഞ ഹമാസിന്റെ പിന്നെ കമാൻഡർ ആയിട്ടുള്ള ദൈഫിന് അറസ്റ്റ് വാറണ്ട് ഉണ്ട്. പക്ഷെ മൂപ്പര് വളരെ സൗകര്യപൂർവ്വം എന്താ പറയാ വിഴുങ്ങിക്കളഞ്ഞിട്ടുള്ള 2 പേരുകൾ അതിന്റെ തൊട്ട് മുകളിലും കാണാൻ സാധിക്കും. ഒന്നാമത്തത് ഈ പറഞ്ഞ ദൈഫ്, മുഹമ്മദ് ദൈഫ് ഉണ്ട്. രണ്ടാമത്തെ ആളെ പേര് എന്ന് വായിച്ചൊക്കെ നെതന്യാഹു. എന്താണ് നെതന്യാഹു? മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, ബോൺ ഓൺ 21 ഒക്ടോബർ 1949, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ അറ്റ് ദ ടൈം ഓഫ് ദ റിലക്റ്റഡ് കണ്ടക്ട്. അതേ ദിവസം നവംബർ 21 ദൈഫിന്റെ കൂടെ ആരാണ്? നെതന്യാഹു ഉണ്ട്. രണ്ടാമത്തെ ആരാന്നറിയോ? മുഖ്യ രണ്ടാമത്തെ ആള് ഗാലന്റ്. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തുകൊണ്ട് ഇതേ സമയത്ത് ഇദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 3 ആളുകൾക്ക്, അതായത് ഇസ്രായേലിന്റെ 2 ആളുകൾക്കും ഹമാസിന്റെ ഒരാൾക്കുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അതായത് ഇസ്രായേലിന്റെ യുദ്ധം നിയന്ത്രിക്കുന്ന 2 പേർ, യോഗാലിനും അതേപോലെ തന്നെ നെതന്യാഹു, ഈ 2 പേർക്കും അറസ്റ്റ് വാറണ്ട്, ഒപ്പം ദൈഫിന് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഈ ദൈഫിനുള്ള അറസ്റ്റ് വാറണ്ട് അങ്ങോട്ട് എടുത്തു, ബാക്കി 2 അങ്ങോട്ട് വളരെ സൗകര്യപൂർവ്വം സൗമ്യമായിട്ട് മുക്കി. അപ്പോ ഇതാണ് ഇയാൾ ചെയ്ത മൊത്തം, ഇയാളുടെ വീഡിയോയുടെ മൊത്തം കണ്ടന്റ് ഇതിലുണ്ട്. കാരണം ഇയാൾ ചെയ്തെന്താ വെച്ചാൽ ഇസ്രായേൽ ക്രൈം ചെയ്യുന്നു, ഇസ്രായേൽ ജനോസൈഡ് ചെയ്യുന്നു, ഇതാണ് ഞങ്ങളുടെ വാദം. അതില്ല എന്നാണ് ഇയാളുടെ വാദം. അതില്ല എന്നുള്ളതിന് ഇയാൾ തെളിവായിട്ട് കൊണ്ടുവന്ന സംഭവമാണ് അറസ്റ്റ് വാറണ്ട്. അറസ്റ്റ് വാറണ്ട് ആർക്കാണ്? 1 ഹമാസിനും 2 ഇസ്രായേലിനും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ 2 ഇസ്രായേലിന് കിട്ടിയ 2 അറസ്റ്റ് വാറണ്ട് മാറ്റിയിട്ട് ഇയാൾ ദൈഫ് മാത്രം എടുത്തു. ഇതാണ് ഇയാളുടെ മൊത്തം വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്.